നമസ്കാരം. 100 കൊല്ലം മുൻപ് ഇതേ ദിവസമാണ് ഭാരതത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന സംഘടന ആരംഭിക്കുന്നത്. 1925 സെപ്റ്റംബർ മാസം 27-ാം തീയതി ഞായറാഴ്ച വിജയദശമി ദിനത്തിലാണ് RSSന്റെ ആരംഭം. അന്ന് പ്രഖ്യാപിച്ച ആശയങ്ങളും ആദർശങ്ങളും ഒന്നുപോലും തിരുത്തേണ്ടി വരാതെ, ഒന്നിൽ പോലും വെള്ളം ചേർക്കേണ്ടി വരാതെ, എന്താണോ അന്ന് പറഞ്ഞത് അതേ കാര്യങ്ങൾ തന്നെ തുടർന്നു കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളതാണ് RSS പ്രവർത്തനത്തിൻ്റെ ഒരു സവിശേഷത. ബാക്കി എല്ലാ പ്രസ്ഥാനങ്ങളും എല്ലാ മതങ്ങളും പോലും അവരുടെ വിശ്വാസങ്ങളിലോ അവരുടെ പ്രഖ്യാപനങ്ങളിലോ ഒക്കെ വെള്ളം ചേർക്കേണ്ടി വരികയോ മാറ്റിപ്പറയേണ്ടി വരികയോ തിരുത്തി പറയേണ്ടി വരികയോ ചെയ്തിട്ടുണ്ട്. RSSന് അങ്ങനെ വേണ്ടി വരാത്തതിൻ്റെ കാരണം RSS എന്തിനെ എങ്കിലും എതിർക്കാൻ വേണ്ടി ഉണ്ടായ ഒരു സംഘടനയല്ല എന്നുള്ളത് കൊണ്ടാണ്. ഭാവാത്മകമായ ഒരാദർശം മുൻപിൽ വെച്ചുകൊണ്ടാണ് അത് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് അത് എപ്പോഴെങ്കിലും മാറ്റിപ്പറയേണ്ടി വരാത്തത്. അപ്പോഴും എല്ലാവർക്കും സംശയം വരാവുന്നത് ഈ ഹിന്ദുരാഷ്ട്രം എന്ന ഒരാശയത്തെ സംബന്ധിച്ചാണ്. ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടിയാണ് RSS സ്ഥാപിച്ചിരിക്കുന്നത്. അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ നാട്ടിലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ ഓടിക്കപ്പെടും, അവരെ തല്ലി ഓടിക്കും എന്നുള്ള ഒരു നുണപ്രചാരണം കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും പ്രചരിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ അവർ കള്ളത്തരം പ്രചരിപ്പിച്ചത് കൊണ്ടത് വസ്തുതയാകണമെന്നില്ലല്ലോ. അതാണ് RSS അംഗീകരിക്കുന്നതെന്നും പറയണമെന്നില്ലല്ലോ. RSS പ്രവർത്തിക്കുന്നതും തുടക്കം തൊട്ട് പറഞ്ഞ ഒരൊറ്റ വാക്യത്തിൽ, ആ വാക്കിൽ RSSന്റെ ആദർശമോ ലക്ഷ്യമോ പറഞ്ഞെന്നാൽ പരമവൈഭവ ഹിന്ദുരാഷ്ട്രം എന്നുള്ളതാണ്. ഹിന്ദുരാഷ്ട്രം എന്നുള്ളത് ഹിന്ദു രാജ്യമല്ല. അത് ഇപ്പോൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം രാജ്യവും രാഷ്ട്രവും രണ്ടാണ് എന്നറിയാത്തവരോട് അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ട് കാര്യമില്ല. രാജ്യവും രാഷ്ട്രവും ഇംഗ്ലീഷിലൂടെ ആശയങ്ങളും ചരിത്രങ്ങളും പഠിച്ചവരെ സംബന്ധിച്ച് രാജ്യവും രാഷ്ട്രവും ഒന്നാണ്. ഭാരതത്തെ സംബന്ധിച്ച് രാജ്യം എന്ന് പറഞ്ഞാൽ ഭരണകൂടത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാകുന്നതും രാഷ്ട്രം എന്ന് പറഞ്ഞാൽ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാകുന്നതും. നമ്മുടെ നാട്ടിൽ 100 കൊല്ലം 110 കൊല്ലം മുൻപ് കോൺഗ്രസും പിന്നീട് കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ഈ സംസ്കാരം രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, അഥവാ ഭൂപ്രദേശത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല എന്ന ഒരു നുണ അവർ പ്രചരിപ്പിച്ചതാണ് ഇന്നത്തെ ഈ തെറ്റിദ്ധാരണയ്ക്ക് കാരണം. മതത്തിനാണ് സംസ്കാരമെന്ന് കോൺഗ്രസ്സുകാരും മതത്തിനല്ല ഭാഷയ്ക്കാണ് സംസ്കാരമെന്ന്, ഓരോ ഭാഷയും ഓരോ സംസ്കാരമാണെന്നും കമ്മ്യൂണിസ്റ്റുകളും പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ അവരത് പറയുന്നില്ല എന്ന് മാത്രം. മതത്തിനല്ല സംസ്കാരം എന്നുള്ളതിന് കൂടുതൽ ഗവേഷണമൊന്നും ആവശ്യമില്ല. ഒരൊറ്റ കാര്യം മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. മതത്തിനാണ് സംസ്കാരമെങ്കിൽ ലോകത്തിലെ എല്ലാ ക്രൈസ്തവ രാജ്യങ്ങളിലും ഒരു സംസ്കാരമല്ലേ ഉണ്ടാകാൻ പാടുള്ളൂ. എന്തുകൊണ്ട് അങ്ങനെയല്ല? മതത്തിനാണ് സംസ്കാരമെങ്കിൽ ലോകത്തിലെ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിലും ഒരു സംസ്കാരമല്ലേ ഉണ്ടാകാൻ പാടുള്ളൂ. എന്തുകൊണ്ട് അങ്ങനെയല്ല? കാരണം മതത്തിനല്ല സംസ്കാരം, ഭൂപ്രദേശത്തിനാണ്, രാഷ്ട്രത്തിനാണ്. അതിൻ്റെ വിശദാംശങ്ങൾ പിന്നെ എപ്പോഴെങ്കിലും പറയാം. ഇതാണ് അടിസ്ഥാനപരമായി. അപ്പോൾ പിന്നെ ഹിന്ദു സംസ്കാരം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് RSS? ഹിന്ദു സംസ്കാരം എന്ന് RSS അല്ലല്ലോ പറഞ്ഞത്. ഹിന്ദുസ്ഥാൻ എന്ന് പേരിട്ടത് RSS ആണ്. ഹിന്ദു സംസ്കാരം എന്ന് ഭാരതത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ച് വിളിച്ചത് RSS ആണോ? അവ അനേകം കാലങ്ങളായിട്ട് വിദേശികൾ വിളിക്കുന്നതാണോ? അതുകൊണ്ട് RSS പറയുന്ന ഹിന്ദുരാഷ്ട്രം എന്ന് പറയുന്നത് സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്ന ഒരു ജനതയെ ആണ്. ആ സംസ്കാരമനുസരിച്ച് ജീവിക്കുന്ന ജനതയുടെ രാഷ്ട്രീയം എന്താണെങ്കിലും, ആ സംസ്കാരമനുസരിച്ച് വളർന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ മതവിശ്വാസം എന്താണെങ്കിലും, അവരുടെ പ്രത്യയശാസ്ത്രം എന്താണെങ്കിലും അതൊക്കെ അവനവൻ്റെ കാര്യമാണ്. മതമോ പ്രത്യയശാസ്ത്രമോ രാഷ്ട്രീയമോ ഒക്കെ അവരവരുടെ കാര്യമാണ്. പക്ഷെ സംസ്കാരം ഒന്നാണ് എന്നുള്ളതാണ് RSS പറയുന്നത്. അതാണ് സത്യവും. ഞാൻ ഒരൊറ്റ ഉദാഹരണം മാത്രം പറയാം. എന്തുകൊണ്ടാണ് നമ്മൾ സ്വതന്ത്ര മതേതര ജനാധിപത്യ രാഷ്ട്രമായ ഭാരതത്തിൻ്റെ ദേശീയ ഗാനം ജനഗണമനയാണെന്ന് നമുക്കറിയാം. അതിലെ 2-ാമത്തെയും 3-ാമത്തെയും വരി എന്താണ്? പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ, ദ്രാവിഡ, ഉത്കല, ബംഗ, വിന്ധ്യ, ഹിമാചല, യമുന, ഗംഗ, ഉച്ചല, ജലധി, തരംഗ. ഇതിൽ പഞ്ചാബ് എന്ന് പറയുന്നത് 3/4 പങ്കും പാകിസ്ഥാനിലാണ്.
സിന്ധ് മുഴുവനും പാകിസ്ഥാനിലാണ്. അതുപോലെ ഗുജറാത്ത്, മറാഠ, ദ്രാവിഡം, ഉത്കൽ, ഒറീസ ഈ പറയുന്ന സ്ഥലങ്ങളെല്ലാം ഭാരതത്തിലുണ്ട്. ദ്രാവിഡ, ഉത്കല, വംഗദേശം എവിടെയുണ്ട്? അത് 90% ബംഗ്ലാദേശിലാണ്. വിന്ധ്യ, ഹിമാചല, യമുന, ഗംഗ വിന്ധ്യൻ ഭാരതത്തിലുണ്ട്, ഹിമാചലം ചൈനയിലാണ്. അപ്പൊ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ചൈനയിലും ഒക്കെയുള്ള ഭൂപ്രദേശത്തെ പ്രതി നമ്മൾ എങ്ങനെയാണ് ദേശീയഗാനം പാടുന്നത്? അത് ശരിയാണോ? ദേശീയഗാനം തെറ്റാണെന്ന് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ? ദേശീയഗാനം ശരിയാണെങ്കിൽ സാംസ്കാരിക ഭാരതവും ശരിയാണ്. ദേശീയഗാനം തെറ്റാണെങ്കിൽ സാംസ്കാരിക ഭാരതവും അഖണ്ഡ ഭാരതവും തെറ്റാണ്. ഇതാണ് ഏറ്റവും ലളിതമായ അടിസ്ഥാനപരമായ ഒരു കാര്യം. അതിനേറെ വിശദീകരണങ്ങൾ മറ്റ് ഘടകങ്ങളെക്കുറിച്ചൊക്കെ പറയാനുണ്ട്. ഒരു കാര്യവും കൂടി മാത്രം ഞാൻ പറയാം. ഭാരതത്തിന്റെ ഭരണഘടനയിൽ വേദങ്ങളും ഉപനിഷത്തുക്കളും ഭഗവത്ഗീതയും രാമായണവും ഒക്കെ വരച്ചും എഴുതിയും ചേർത്തത് എന്തിനാണ്? മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കിന്റെ ഭരണഘടനയുടെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. രാമായണം ഉള്ളത് കൊണ്ട് അത് മുസ്ലിങ്ങൾക്കെതിരാകുമോ? ഭഗവത്ഗീത ഉള്ളത് കൊണ്ട് അത് ക്രിസ്ത്യാനികൾക്കെതിരാകുമോ? നിങ്ങൾ ഭരണഘടനയെ അംഗീകരിക്കുന്നുണ്ടോ? അങ്ങനെ ഹിന്ദു രാഷ്ട്ര സങ്കല്പത്തെ എതിർക്കുന്നു എന്ന് പറയുന്നവർ അങ്ങനെയാണ് ഭരണഘടനയെയും എതിർക്കേണ്ടി വരും. നിങ്ങൾ നാഴികയ്ക്ക് 40 വട്ടവും ഭരണഘടനയാണ് ഞങ്ങളുടെ പ്രമാണം എന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഹിന്ദു രാഷ്ട്രം എന്നുള്ളതും നിങ്ങൾക്ക് ആന്തരികമായിട്ടെങ്കിലും അംഗീകരിക്കേണ്ടി വരും. ബാഹ്യമായി രാഷ്ട്രീയ കാരണങ്ങളാൽ, മതപരമായ കാരണങ്ങളാൽ നിങ്ങൾക്ക് എതിർക്കാം. പക്ഷേ സത്യം അതാണ്. അതുകൊണ്ട് ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്നത് മതസങ്കല്പമല്ല, ഹിന്ദു രാജ്യമല്ല. നിലവിലുള്ള രാഷ്ട്രത്തിന് സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിൽ ആ പേര് പറയുന്നു എന്ന് മാത്രം. ആ നിലയിൽ സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ സാംസ്കാരികമായ ഭാരതത്തെ പരമവൈഭവത്തിൽ എത്തിക്കുക. ഇതാണ് RSSന്റെ ലക്ഷ്യം. അതിനു വേണ്ടിയാണ് 100 കൊല്ലമായി പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ രംഗങ്ങളിലും വൈഭവശാലിയായ, എല്ലാവർക്കും സുഖങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ ഉണ്ടാവുന്ന, ഉച്ചനീചത്വമില്ലാത്ത, എല്ലാവരും ഒരമ്മ പെറ്റ മക്കളായി കഴിയുന്ന ഒരു സങ്കല്പവും ആദർശവുമാണ് RSS മുന്നോട്ട് വയ്ക്കുന്നത്. അതിനെ നിങ്ങൾക്ക് എതിർക്കാം, അതിനെ സ്വീകരിക്കാം. അതെല്ലാവരുടെയും വ്യക്തിപരമായ താല്പര്യമോ രാഷ്ട്രീയമായ ഇഷ്ടാനിഷ്ടങ്ങളുമാണ്. ഏതായാലും RSS മുന്നോട്ട് വയ്ക്കുന്നത് ഈ ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളും ഒരമ്മ പെറ്റ മക്കളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സഹോദരങ്ങളാണ്. സഹോദരങ്ങൾക്ക് പല വലിപ്പ ചെറുപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരും സഹോദരങ്ങളാണ്, സമന്മാരാണ് അമ്മയുടെ മുമ്പിൽ. അതാണ് അടിസ്ഥാനപരമായ ഒരു സങ്കല്പം. അതുകൊണ്ട് ആ അമ്മയോട് കൂറുള്ളവരായി ജീവിക്കണം മക്കൾ എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, അങ്ങനെ എല്ലാവരും അമ്മയുടെ മക്കളാണെന്ന് അംഗീകരിച്ച് അമ്മയോട് കൂറുള്ളവരായി വളർന്ന് നമ്മുടെ സ്വന്തം നാടിനെ ലോകത്തിന്റെ മുമ്പിൽ മാതൃകാപരമായ ഒരു രാഷ്ട്രമാക്കി തീർക്കാം. അതിനു വേണ്ടിയാണ് RSS പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് 100 കൊല്ലമായി. ആ കൂട്ടത്തിൽ എല്ലാ രംഗങ്ങളിലും ഈ പറയുന്ന വൈഭവവും വിജയവും ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് RSSന് ഒരാശയവും മാറ്റി പറയേണ്ടി വരുന്നില്ല, ഒരാദർശത്തെയും തള്ളിപ്പറയേണ്ടി വരുന്നില്ല. മറ്റ് പല പ്രത്യയശാസ്ത്രങ്ങളും രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ആശയങ്ങളൊക്കെ തള്ളിക്കളയേണ്ടിയോ മാറ്റി തീർക്കേണ്ടി വരികയോ വെള്ളം ചേർത്ത് അവതരിപ്പിക്കുകയോ ഒക്കെ വേണ്ടി വരുമ്പോഴും RSSന് 100 കൊല്ലത്തെ പ്രയാണം അതിവേഗതയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നത് ശുദ്ധമായ, സാത്വികമായ, ഭാവാത്മകമായ, എല്ലാവർക്കും സ്വീകാര്യമായ ഒരാദർശമാണ് അത് മുന്നിൽ വെച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അത് 100ാമത്തെ വർഷത്തിലെത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് എല്ലാവർക്കും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ശതാബ്ദിയുടെ പേരിൽ ആശംസകൾ അർപ്പിക്കുന്നു. വസ്തുതയും സത്യവും ചരിത്രവും തിരിച്ചറിഞ്ഞ് ഈ നമ്മുടെ നാടിനെ ഉയർച്ചയിലേക്ക് നയിക്കുവാൻ എല്ലാവരും പരസ്പരം കൈകോർത്ത് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.